നമസ്തേ ആപ് സഭിക്ക് ഹമാരെ ചാനൽ पर ഹാർദിക് സ്വാഗത്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദി പത്രികകളാണ്. അപ്പോൾ ഭാരതേന്ദു യുഗീൻ പത്രിക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഭാരതേന്ദു യുഗ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദ്വിവേദി യുഗീൻ പത്രികയുമാണ് പഠിക്കുന്നത്. ദ്വിവേദി യുഗം അറിയപ്പെടുന്നത് മഹാവീർ പ്രസാദ് ദ്വിവേദി എന്നവരുടെ പേരിലാണ് കേട്ടോ. ഭാരതേന്ദു യുഗ് ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ നാമകരണത്തിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ദ്വിവേദി യുഗ് മഹാവീർ പ്രസാദ് ദ്വിവേദിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. രണ്ട് ദ്വിവേദികളുണ്ട്, മഹാവീർ പ്രസാദ് ദ്വിവേദിയും ഹസാരി പ്രസാദ് ദ്വിവേദിയും. മാറിപ്പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാവീർ പ്രസാദ് ദ്വിവേദിയുടെ പേരിലാണ് ദ്വിവേദി യുഗ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് പത്രിക ഏതാണ്? സരസ്വതി. ദ്വിവേദി യുഗത്തിലെ फर्स्ट पत्रिका सरस्वती. सरस्वती पत्रिका का संपादन महावीर प्रसाद ने किया है. कहाँ से किया है? प्रयाग से. प्रयाग की धरती से महावीर प्रसाद ने सरस्वती का संपादन किया है. മനസ്സിലായോ? സരസ്വതി പത്രികയുടെ സമ്പാദൻ മഹാവീർ പ്രസാദ് ജിയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ്, പ്രയാഗിൽ നിന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പത്രിക സമാലോചക്. സമാലോചക് പത്രിക ചന്ദ്രധർ ശർമ്മ ഗുലേരി. ചന്ദ്ര ശർമ്മ ഗുലേരിയാണ് സമാലോചക് പത്രിക സമ്പാദനം ചെയ്തിട്ടുള്ളത്. എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തത്? ജയ്പൂർ. ജയ്പൂരിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. ഇന്ദു. മൂന്നാമത്തെ പത്രികയായിട്ടുള്ള ഇന്ദു. ഇന്ദു അംബിക പ്രസാദ് ഗുപ്തിൻ്റെ പത്രികയാണ്. കാശിയാണ് സ്ഥലം. അപ്പോൾ ലോഞ്ച് ചെയ്ത സ്ഥലം ചോദിച്ചാൽ കാശി. ഇന്ദു കിസ്കി പത്രിക ഹേ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ പറയണം അംബിക പ്രസാദ് ഗുപ്ത്. നാലാമത്തെ പത്രിക പ്രതാപ്. പ്രതാപ് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി. ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി സാഹിബിൻ്റെ പത്രികയാണ് പ്രതാപ്. കാൺപൂർ എന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. മര്യാദ. മര്യാദ പത്രിക का संपादन कृष्णकांत मालवी ने किया है. किसने किया? कृष्णकांत मालवी. മര്യാദ മാൽവി എന്ന് ഓർത്തു വെക്കുക. കൃഷ്ണകാന്ത് മാൽവിയാണ്. പ്രയാഗിൽ നിന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അഭ്യുദയ്. അഭ്യുദയ് പത്രിക का संपादन മദൻ മോഹൻ മാൽവി. അപ്പോൾ മര്യാദ മാൽവി നമ്മൾ ഓർത്താൽ കൃഷ്ണകാന്ത് മാൽവിയാണ്. അഭ്യുദയ ആരാണ്? മദൻ മോഹൻ മാൽവിയാണ്. അപ്പോൾ രണ്ടു പേരിലും മാൽവി ഉണ്ട്. അപ്പോൾ മര്യാദ കൃഷ്ണകാന്ത് മാൽവിയാണ്. അഭ്യുദയ് മദൻ മോഹൻ മാൽവിയാണ്. മാറിപ്പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മര്യാദ പ്രയാഗിൽ നിന്നാണെങ്കിൽ അഭ്യുദയ് പത്രിക കാശിയിൽ നിന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. മര്യാദ കൃഷ്ണകാന്ത് മാൽവി, അഭ്യുദയ് മദൻ മോഹൻ മാൽവി. ഓക്കെ. അടുത്തത് പാടലിപുത്ര. പാടലിപുത്ര എന്നുള്ള പത്രിക കാശി പ്രസാദ് ജയ്സവാലിൻ്റെതാണ്. പട്നയിൽ നിന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തത് പ്രഭ. പ്രഭ പത്രിക കാലുറാം കി ഹെ, ഖണ്ഡവ സെ ലോഞ്ച് കിയാ ഹെ. അവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഖണ്ഡവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര പത്രികകളുണ്ട്? നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് സരസ്വതി പത്രികയാണ്, മഹാവീർ പ്രസാദ് ജിയുടേതാണ്. സമാലോചക് പത്രിക ഗുലേരി സാഹിബിൻ്റേതാണ്. ഇന്ദു അംബിക പ്രസാദ് ഗുപ്താണ്. പ്രതാപ് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി ആണ്. മര്യാദ കൃഷ്ണകാന്ത് മാൽവി, അഭ്യുദയ് മദൻ മോഹൻ മാൽവി, പാടലിപുത്ര കാശി പ്രസാദ് ജയ്സവാൽ, പ്രഭ കാലോറാം കി ഹെ. അപ്പോൾ ഇത്രയും പത്രികകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? സരസ്വതി വരുന്നുണ്ട്, സമാലോചക് വരുന്നുണ്ട്, ഇന്ദു, പ്രതാപ്, മര്യാദ, അഭ്യുദയ്, പാടലിപുത്ര, പ്രഭ. ഇങ്ങനെ ഇത്രയും പത്രികകളാണ് ദ്വിവേദി യുഗത്തിൽ വരുന്നത്. അതാരാണ് സമ്പാദനം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കണം. എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നും നമ്മൾ പഠിക്കണം. ക്വസ്റ്റ്യൻ ഏത് തരത്തിലും വരാം. സമ്പാദക് കോൻ ഹെ എന്ന് ചോദിച്ചിട്ട് വരാം. പിന്നെ സമ്പാദൻ കിസ്നെ കിയാന്ന് ചോദ്യം വരാം. കിസ്കി പത്രിക ഹെ അങ്ങനെ പറഞ്ഞിട്ടും ചോദ്യം വരാം. ആരുടെ പത്രികയാണെന്ന് വരാം. എവിടെ നിന്നാണ് കഹാംസെ ലോഞ്ച് കിയാ ഹെ, കഹാംസെ സമ്പാദൻ കിയാ ഹെ എന്നും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മൾ പത്രിക പഠിക്കണം, അതാരാണ് സമ്പാദനം ചെയ്തിട്ടുള്ളതെന്ന് പഠിക്കണം, സ്ഥലവും പഠിക്കണം. പത്രിക, സമ്പാദക്, സ്ഥാൻ എന്നിങ്ങനെ 3 കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം.
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ദ്വിവേദി യുഗ് മഹാവീർ പ്രസാദ് ദ്വിവേദിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ദ്വിവേദി യുഗീന പത്രികകളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഛായാവാദി യുഗീൻ പത്രികയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ധന്യവാദ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.